നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വ്യാഴാഴ്ച വടക്കൻ തായ്വാനിലൂടെ വീശിയടിച്ച ഗെയ്മി ചുഴലിക്കാറ്റ് 2 പേരുടെ മരണത്തിനാണ് കാരണമാക്കിയിരിക്കുന്നത്. വെള്ളപ്പൊക്കത്തിനും കാരണമായി. കടൽ കടന്ന് ചൈനയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചരക്ക് കപ്പലിനെയും മുക്കി. തായ്വാന്റെ വടക്ക് കിഴക്കൻ തീരത്തായി കൗണ്ടിയിൽ അർദ്ധരാത്രിയോടെയാണ് ഗെയ്മി ചുഴലിക്കാറ്റ് കരയ്ക്ക് കയറിയത്. 8 വർഷത്തിനിടെ ദ്വീപിൽ വീശിയടിക്കാവുന്ന ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണ് ഇത്. ദുർബലമാകുന്നതിന് മുൻപ് മണിക്കൂറിൽ 227 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുകയായിരുന്നുവെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തായ്വാന്റെ തെക്കൻ തീരത്ത് ടാർസാനിയൻ ചരക്ക് കപ്പൽ മുങ്ങിയതായി റിപ്പോർട്ടുണ്ട്. 9 മ്യാൻമാർ നാവികരെ കാണാതായതായി റിപ്പോർട്ടുകൾ ഉണ്ട്. കപ്പൽ മുങ്ങിയപ്പോൾ അത് ഉപേക്ഷിച്ച് ഇവർ ലൈഫ് ജാക്കറ്റുകളിൽ കടലിലേക്ക് ചാടുകയായിരുന്നു. ഗെയ്മി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കൊടുങ്കാറ്റുള്ള കാലാവസ്ഥ നാവികരുടെ അടുത്തേക്ക് രക്ഷാപ്രവർത്തകരെ എത്തുന്നതിൽ നിന്ന് തടഞ്ഞുവെന്നും തായ്വാനിലെ നാഷണൽ ഫയർ ഏജൻസി തലവൻ ഹസിയാവോ ഹുവാൻചാങ് പറഞ്ഞു. 8 വർഷത്തിനിടെ തായ്വാനിൽ വീശുന്ന ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റാണ് ഗെയ്മി. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് വടക്ക് കിഴക്കൻ തായ്വാനിൽ ഇത് കരതൊട്ടത്. തായ്വാനിൽ വീശിയടിക്കുന്ന ഈ വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് ഗെയ്മി. ടാർസാനിയയുടെ പതാക ഘടിപ്പിച്ച കപ്പൽ എപ്പോഴാണ് മുങ്ങിയതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. മണിക്കൂറിൽ 190 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയടിച്ച ഗെയ്മി ചുഴലിക്കാറ്റ് ബുധനാഴ്ച രാത്രി തായ്വാനിൽ കരകയറിയതിന് പിന്നാലെയാണ് കപ്പൽ മുങ്ങിയ വാർത്ത വന്നത്. കാലാവസ്ഥ മെച്ചപ്പെടുന്നതുവരെ രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. മുങ്ങിയ കപ്പലിലെ നാവികരെ കാണാതായി മറ്റൊരു ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ഗെയ്മിയുടെ ആഘാതത്തിൽ തായ്വാനിൽ കുറഞ്ഞത് ഇതേവരെ 2 പേരെങ്കിലും കൊല്ലപ്പെട്ടു. തായ്വാനിൽ നിന്നുള്ള എല്ലാ ആഭ്യന്തര വിമാനങ്ങളും 200-ലധികം അന്താരാഷ്ട്ര വിമാനങ്ങളും റദ്ദാക്കാൻ ഗെയ്മി ചുഴലിക്കാറ്റ് കാരണമായി. ചുഴലിക്കാറ്റ് തായ്വാനിലുടനീളം കൂടുതൽ മഴ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓഫീസുകളും സ്കൂളുകളും കൂടാതെ സാമ്പത്തിക വിപണികളും വ്യാഴാഴ്ച 2ാം ദിവസം അടച്ചിട്ടിരിക്കുകയാണ്. ഉച്ചകഴിഞ്ഞ് 3 മണി വരെ ട്രെയിനുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. എല്ലാ ആഭ്യന്തര വിമാനങ്ങളും 195 അന്താരാഷ്ട്ര വിമാനങ്ങളും ഈ ദിവസത്തേക്ക് റദ്ദാക്കും. വടക്കും തെക്കും തായ്വാനുമായി ബന്ധിപ്പിക്കുന്ന അതിവേഗ ട്രെയിൻ ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും തുറക്കുമെന്നാണ് ഗതാഗത മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ചുഴലിക്കാറ്റിൽ 2 പേർ മരിച്ചിട്ടുണ്ട്. 266 പേർക്കാണ് പരിക്കേൽക്കുകയും ചെയ്തതായി സർക്കാർ അറിയിച്ചിരിക്കുന്നത്. തായ്വാനീസ് ടെലിവിഷൻ സ്റ്റേഷൻ ദ്വീപിലെമ്പാടുമുള്ള നഗരങ്ങളിലും കൗണ്ടികളിലും വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയ തെരുവുകളുടെ ചിത്രങ്ങളും കാണിച്ചു. വ്യാഴാഴ്ചയ്ക്ക് ശേഷം ഗെയ്മി ഫ്യൂജിയാൻ പ്രവിശ്യയിലൂടെ കടന്നു പോകുമെന്നും ക്രമേണ തീവ്രത കുറഞ്ഞ് വടക്കോട്ട് നീങ്ങുമെന്നാണ് ചൈനീസ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വടക്കൻ മേഖലകളിൽ കനത്ത മഴ പെയ്യുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നു. കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ തയ്യാറായി കഴിഞ്ഞു. തീരദേശ പ്രവിശ്യകളായ ഫുജിയാൻ, ഷെജിയാങ് എന്നിവിടങ്ങളിൽ ഉപദേശങ്ങളും മുന്നറിയിപ്പുകളും ഉയർത്തി ഫ്യൂജിയാൻ സർക്കാർ ഉദ്യോഗസ്ഥർ ഏകദേശം 1,50,000 പേരെ മാറ്റി പാർപ്പിച്ചതായി സംസ്ഥാന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കാറ്റ് ശക്തി പ്രാപിച്ചതിനാൽ സെജിയാങ് പ്രവിശ്യയിലെ ഷൌഹാനിൽ ഉദ്യോഗസ്ഥർ യാത്രക്കാരുടെ ജലപാത 3 ദിവസത്തേക്ക് നിർത്തിവെച്ചു. വാരിഫ്ലൈറ്റ് ആപ്പ് അനുസരിച്ച് മിക്ക ഫ്ലൈറ്റുകളും ഫുജുവിലെയും കാൻഷോങ്ങിലെ സെജിയാങ്ങിലെയും വെൻഷോവിലെയും വിമാനത്താവളങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. CCTV പ്രകാരം ചുഴലിക്കാറ്റ് ബാധിത പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന ചില ട്രെയിനുകൾ ഗ്വാങ്ഷോ റെയിൽവേ ഉദ്യോഗസ്ഥരും താൽക്കാലികമായി നിർത്തിവെച്ചു. അതേസമയം വടക്കൻ ചൈനയിൽ വേനൽ കൊടുങ്കാറ്റിൽ നിന്ന് ഒരു പ്രത്യേക കാലാവസ്ഥ സംവിധാനത്തിന് ചുറ്റും കനത്ത മഴ അനുഭവപ്പെടുന്നുണ്ട്. തലസ്ഥാനമായ ബീജിംഗിലെ ഉദ്യോഗസ്ഥർ നവീകരിച്ച് ബുധനാഴ്ച രാത്രിയോടെ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചതായി ചൈനീസ് സ്റ്റേറ്റ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ ഇതിനകം കനത്ത മഴ അനുഭവപ്പെടുകയും അടിയന്തര പദ്ധതികൾ സജീവമാക്കുകയും ചെയ്തു. 25,000-ലധികം ആളുകളെ ഒഴിപ്പിച്ചതായി ബീജിംഗ് ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും ജാഗ്രതാ നിർദ്ദേശം അവിടെ ഉള്ള എല്ലാവർക്കും പ്രദേശവാസികളോടക്കം ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതത് അധികൃതർ അറിയിച്ചിട്ടുണ്ട്.